ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ നമ്മൾ ഇടുന്നത് കറുകപ്പട്ട, അത് കഴിഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, പിന്നെ അതുപോലെ നമ്മൾ ഇടുന്നത് കുരുമുളക്, പെരിഞ്ചീരകം എന്നിവ എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിക്കുക. കുറച്ചു നേരം മൂത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ചിരവി വെച്ച തേങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം പൊട്ടി നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറായതിനു ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ഒരു 5 or 10 മതിയാവും. 10 ആവശ്യമില്ല, ഒരു 5 മതിയാവും. അതിൻ്റെ ഒരു ചെറിയൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരപ്പിൻ്റെ കൂടെ ചെറിയുള്ളി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പോലെ തേങ്ങ മൂപ്പിക്കണം. ഒരു ബ്രൗൺ കളർ ആവണം, ഒരുപാട് കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തേങ്ങ മൂപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് വലിയ തീയാവുമ്പോൾ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ സ്വാദ് തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല പോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്കത് അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ മറന്നു, ചെറിയുള്ളിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ഇടും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് ഒരു ബ്രൗണിഷ് കളർ ആയതിനു ശേഷം മാത്രം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി എന്നിവ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സാക്കുമ്പോൾ എന്താ പറയുക, പൊടികൾ ആഡ് ചെയ്യുമ്പോഴും മിക്സാക്കുമ്പോഴും അത് കരിഞ്ഞു പോവാതെ നോക്കണം. അങ്ങനെ അതിലെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതൊരു ബ്രൗണിഷ് കളറിലേക്ക് മാറും. ആ ബ്രൗണിഷ് കളറിലായതിനു ശേഷം അത് കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങ കുനുകുന അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് നേരം എണ്ണയിലിട്ട് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലാണ് ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നാടൻ കോഴി ആയതുകൊണ്ട് നല്ല മൂപ്പുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വിസിലടിച്ച് വേഗം തന്നെ ആവും എന്ന രീതിക്കാണ് ഞാൻ കുക്കർ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ചതച്ചത് ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ അത് വഴറ്റിയെടുക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം. ഞാനൊരു 5 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. ഈ പച്ചമുളകിന് അത്ര എരിവില്ലാത്ത കൊണ്ടാണ് ഞാൻ 5 ഇടുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം തേങ്ങയുടെ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത്, ഓവർ ആവരുത്, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് ചിക്കനും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മസാല അരച്ച മിക്സിയിലെ വെള്ളം ഉണ്ടല്ലോ, ഞാൻ മിക്സിയിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ആ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്ന വരെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 4 വിസിൽ അടിക്കുക കേട്ടോ. കുക്കറിൽ 1, 2, 3, 4 അങ്ങനെ ഞാൻ എണ്ണീറ്റാണ് വിസിൽ വെച്ചത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ആവിയെല്ലാം പോവാൻ വേണ്ടി എടുത്ത് വെച്ചതിന് ശേഷം തുറക്കാം. എനിക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ. 4 വിസിൽ കൊണ്ട്. നിങ്ങളുടെ ചിക്കൻ്റെ മൂപ്പനുസരിച്ച് ഇരിക്കും വേവ്. എനിക്ക് 4 വിസിൽ കൊണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിസിൽ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് മൂപ്പിച്ചിട്ട് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ കോഴി വറുത്തരച്ച കറി ഇവിടെ റെഡിയാണ്. അപ്പം ഞങ്ങളത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ഒപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ പുതിയ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ ഡിഷായിട്ട് പിന്നീട് കാണാം കേട്ടോ. അങ്ങനെ നാടൻ കോഴി ഇവിടെ റെഡിയാണ്. സ്വാദിഷ്ടമായ നാടൻ കോഴി വറുത്തരച്ച കറി ഇവിടെ റെഡിയാണ്. പിന്നെ അവസാനം നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്തിട്ട് മടങ്ങാം. ബായ്.